ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഡോണറ്റ് റെസിപ്പിയാണ്. ഇത് നമുക്ക് റമദാനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻ വേണ്ടത് ചിക്കനും പൊട്ടറ്റോ ആണ്. ഞാനിപ്പോൾ ചിക്കനും പൊട്ടറ്റോ ആണ് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. ഇതാ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതാണ്. ഞാനിങ്ങനെ പൊട്ടറ്റോ ഒരു പൊട്ടറ്റോ എടുത്തിട്ട് 2 പീസാക്കി ഇട്ട് കൊടുത്തതാണ്. തൊലിയോട് കൂടി ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ വേവിച്ചത്. നമുക്കത് വെന്ത് കഴിയുമ്പോൾ അങ്ങനെ തൊലി കളഞ്ഞെടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ തൊലി കളഞ്ഞിട്ട് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. കൂടുതൽ പീസാക്കണ്ട, 2 പീസ് മാത്രം ആക്കിയാൽ മതി. എന്നാലേ നമുക്ക് കറക്റ്റ് ഇതിൽ കിട്ടുള്ളൂ. അല്ലാതെ എങ്ങനെയായാലും വെള്ളം കയറിയിട്ട് നമുക്കിതിങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ പ്രശ്നമാവും കേട്ടോ. വെള്ളത്തിൻ്റെ ഒരു അംശം വരും. അപ്പോൾ 2 പീസാക്കുമ്പോൾ അത്ര പ്രശ്നം വരില്ല. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ഈ പൊട്ടറ്റോ ഒന്ന് പോക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുക്കുക. നിങ്ങൾക്ക് പൊട്ടറ്റോ സ്മാഷർ ഉണ്ട്, അത് വെച്ചിട്ട് ഉടച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ആ ചിക്കനില്ലേ, ചിക്കൻ്റെ പീസ് കൂടി ഒന്ന് പിച്ചി ചീന്തിയിട്ട് മാറ്റി വെക്കാം. നിങ്ങൾക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ പിച്ചി ചീന്തിയാണ് എടുക്കുന്നത്. ഇങ്ങനെ പിച്ചി എടുക്കുക ചെയ്യുന്നത് കേട്ടോ. അതിലുള്ള വെള്ളം നിങ്ങൾ ഒഴിവാക്കണ്ട കേട്ടോ. നമ്മൾ ആ വേവിച്ച വെള്ളമല്ല നമുക്ക് ആവശ്യമുണ്ട്. ചിക്കനും ആ പൊട്ടറ്റോടി വേവിച്ചൊരു വെള്ളം ഉണ്ടാവുമല്ലോ, സ്റ്റോക്ക്, അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഞാൻ എന്താ അങ്ങനെ പിച്ചി എടുത്തിട്ടുണ്ട്. ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. ഇതൊക്കെ ഫസ്റ്റ് ഒന്ന് ഞാൻ ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് വേണം കുറച്ച്. അത് ഞാൻ ക്യാരറ്റ്, ഒനിയൻ, ക്യാപ്സിക്കം ആണ് എടുത്തത്. പിന്നെ കുറച്ച് ഗാർലിക്കും ഇതാക്കുന്നത്. ഇത്രയും സാധനം എടുത്തത്. ക്യാരറ്റ്, ഒനിയൻ നന്നായിട്ട് ചെറിയ പീസാക്കി മുറിക്കുക കേട്ടോ. ഞാനിപ്പോൾ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ബട്ടറോ അല്ല ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഓയിലാണ് 1 ടേബിൾ സ്പൂൺ എടുത്തത്. അതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് സോട്ടായി വരുമ്പോൾ ജസ്റ്റ് ഒരു സ്മെല്ല് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒനിയനും ഇട്ട് കൊടുക്കാം. ഒനിയൻ ഇട്ടെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് മുകൾ ഭാഗം, ഉള്ളിലെല്ലാം സോഫ്റ്റ്, നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ടോ. അപ്പോൾ അത് ഞാൻ ഒനിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. നല്ല ബ്രൗൺ ഒന്നും ആവണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോയത് കേട്ടോ. വീഡിയോ ഒന്ന് ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ. അപ്പോൾ അതാ ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അടുത്തത് നമുക്ക് വേവാനുള്ളത് ക്യാരറ്റ് അല്ലേ. അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് അതുകൂടി ഒരു മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ പെട്ടെന്ന് റെഡിയാവും. നമുക്കിത് ഈ മസാല നമുക്ക് വേണമെങ്കിൽ ഈ ഡോണറ്റ്, ചിക്കൻ ഡോണറ്റ് കുറച്ച് ഒരു 15-20 ദിവസത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കട്ടോ. ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റിയ റെസിപ്പിയുടെയാണത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാപ്രിക്ക അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പാപ്രിക്ക ഉള്ളതുകൊണ്ട്, പാപ്രിക്ക പൗഡർ ഉള്ളതുകൊണ്ട് ഇട്ട് ഇട്ടതാ കേട്ടോ. ഇനി ഇതാ കുരുമുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. അതും ഒരു 1/2 ടീസ്പൂൺ. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ഇതിൽ ഇട്ടത്. പിന്നെ ആ മുളക് പൊടിയുടെ എരിവാണ് ഉണ്ടാകുക. ഒരു ലൈറ്റായിട്ടുള്ള എരിവാണ് ഉണ്ടാകുക കേട്ടോ. ഇനി കൂടുതൽ എരിവ് വേണമെങ്കിൽ നിങ്ങൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക, കൂടുതൽ സ്പൈസി ആയിട്ട് ഇഷ്ടപ്പെടുന്നവർ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് അതിൻ്റെ ഒക്കെ ഒരു ചുവ മാറ്റിയെടുക്കുക, പച്ച ചുവ കേട്ടോ. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടാണ്ടിരിക്കാനാട്ടോ. ക്യാപ്സിക്കത്തിൻ്റെ ഒരു ടേസ്റ്റില്ലേ, അത് നമ്മൾ കുറേ വഴറ്റിയെടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ല. അതാണ് കേട്ടോ ലാസ്റ്റ് ഞാൻ മസാല കട്ടതിന് ശേഷം ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മളിതിലേക്ക് ഒരു ഗരം മസാല അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ കുറച്ച് പട്ടയുടെ പൊടി മാത്രമേ ഇതിലിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇത് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ആണ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് സിന്നമൺ പൗഡറാണ്, ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. ഇത്രയും ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വേറെ മസാലപ്പൊടികളൊന്നും ഞാൻ ഇട്ടിട്ടില്ല. നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. അപ്പോൾ അതാക്കുന്ന ഇതൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഒറിഗാനോ ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. ഒറിഗാനോ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ആ സ്റ്റോക്ക് വാട്ടറിൽ നമ്മൾ വേവിച്ച് വെച്ച അതാണ് ഞാൻ പറഞ്ഞത്, അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതാക്കുന്ന സ്റ്റോക്ക് വാട്ടർ ഇത്ര ഉണ്ട്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ മൈദപ്പൊടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതാക്കിയിട്ടുണ്ട് കേട്ടോ, മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് പൊട്ടറ്റോടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമുക്കിത് മിക്സാക്കി എടുക്കാം. ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതൊക്കെ വേവിച്ച സംഭവങ്ങളാണ്. അപ്പോൾ കൂടുതൽ നേരം നമുക്കിനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനും പൊട്ടറ്റോ ഒക്കെ വെന്തതല്ലേ.
അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ഇനി പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടോ. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നിങ്ങളൊന്ന് ചൂടൊന്ന് കുറച്ച് കുറഞ്ഞതിന് ശേഷം കൈ കൊണ്ടൊന്ന് പിന്നെ മിക്സാക്കിയാൽ മതി. ഇപ്പോൾ ഈ നമ്മൾ ഇളക്കുന്ന സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടോ. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ലാസ്റ്റ് നമ്മളിപ്പോൾ തീ ഓഫാക്കിയിട്ടോ, ഞാൻ തീ ഓഫാക്കിയതിന് ശേഷമാണ് മല്ലിയില ഇട്ട് കൊടുത്തത്. എന്നിട്ടിത് എല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ചിക്കൻ ഡോണറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് ബ്രെഡ് ക്രംസും കുറച്ചൊരു മൈദയുടെ ഒരു ബാറ്റർ കൂടിയും ആവശ്യമുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുന്നത്. ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടയിലല്ല ഞാൻ ഡിപ്പ് ചെയ്തത്, മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ആക്കുന്നതിലുണ്ട്. പക്ഷെ ഞാൻ മൈദയുടെ ബാറ്റർ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടാണിത് ഡിപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ, കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മളെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ മൈദമാവ് ഉണ്ടാക്കുക കേട്ടോ. ഒരു അരക്കപ്പ് മൈദ എടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ബാക്കിയുള്ള സ്റ്റോക്ക് വാട്ടറുള്ള ചിക്കൻ്റെ അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അതാ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവർ ഇല്ലേ, അത് 1 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നമ്മൾ ആ സ്റ്റോക്ക് വാട്ടർ ഇതിലൊക്കെ ഇടുമ്പോൾ നമ്മൾ ആ ചിക്കൻ്റെ ഫ്ലേവർ വരും, അതാണ് ഞാനത് ഒഴിവാക്കാണെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതാണ്. ഇനി നമുക്കിത് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് കുറച്ചുകൂടി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊരു ബാറ്റർ രീതിയിൽ ആക്കിയെടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ, നമ്മളെ ഈ ചിക്കൻ ഡോണറ്റ്സ്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മിക്സാക്കി മാറ്റി വെക്കുക. അപ്പോൾ നമ്മളെ മസാല നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ചിക്കൻ്റെ മസാല ഇതാക്കുന്ന ഏകദേശം ചെറിയ ചൂടാറിയിട്ടുണ്ട്. ചെറിയ ചൂടോട് കൂടി തന്നെ ഇത് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ഡോണറ്റ്സിൻ്റെ ഷേപ്പാക്കി എടുക്കുക, ഉരുളയാക്കി എടുക്കുക. എന്നിട്ട് നടുവിലൊരു ഓൾസ് ഇട്ട് കൊടുക്കുക വേണ്ടത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കട്ടോ നമുക്ക് ഇതാക്കുന്ന ഈ രീതിയിലാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. എനിക്കൊരു 12 പീസാണ് ഇത് വെച്ചിട്ട് ഈ മസാല വെച്ചിട്ട് ഈ 2 പൊട്ടറ്റോയും ഇത്ര ചിക്കനും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ എല്ലാം ഇങ്ങനെ ഇതുപോലെ ഈ ഷേപ്പിൽ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇങ്ങനെ കാണിച്ചു തരാം. ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊരു 1/2 മണിക്കൂർ വെച്ചാൽ നമുക്കിത് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചെറുങ്ങനായിട്ട് നമുക്കിങ്ങനെ പൊടിഞ്ഞു പോകണത് തോന്നും. അതുകൊണ്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കട്ടോ. രണ്ടാമത്തതൊന്നാ ഞാനിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ഷേപ്പാക്കിയിട്ട് നടുവിൽ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. ഇനി എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കട്ടോ. ഞാനൊരു 12 എണ്ണമാണ് എനിക്ക് കിട്ടിയത്, 12 പീസ്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടത് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. ഇതാക്കുന്ന ഞാനെല്ലാം ഇങ്ങനെ റെഡിയായി വേറെ പ്ലേറ്റിലൂടെ ഉണ്ട് കേട്ടോ ഇതാക്കുന്ന. ഇനി നമുക്കിതാ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കലക്കി വെച്ച മാവില്ലേ, മൈദയുടെ മാവ്, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മൈദയുടെ മാവിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് എടുത്ത് ഡിപ്പ് ചെയ്ത് വെക്കട്ടോ. ഇത് ആദ്യം നമ്മളെല്ലാം ഇങ്ങനെ ഒന്ന് ആക്കി വെച്ചതിന് ശേഷം പൊരിക്കുകയാണ് നല്ലത്. എന്നിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ഫ്രീസറിൽ വെക്കുക 1/2 മണിക്കൂർ. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിലൊക്കെ പിടിച്ച് വന്നോളും. നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഞാനിപ്പോൾ അതാകെ ടോട്ടൽ 6 എണ്ണ ഇവിടെ വീട്ടിൽ പൊരിച്ചിട്ടുള്ളൂ, ബാക്കി ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് സെറ്റാക്കി എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ വേറൊരു എയർ കണ്ടർ നമ്മൾ നല്ല പാത്രമല്ല ടിന്നിലിട്ടിട്ട് മൂടി വെച്ചാൽ മതി കേട്ടോ. ഇതാക്കുന്ന ഈ രീതിയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കട്ടോ. ഇതാക്കുന്ന ഈ രീതിയിൽ നന്നായിട്ട് നമ്മളെ ബ്രെഡ് ക്രംസിൽ കോട്ടായി വരണം. ഓരോന്നും ഇങ്ങനെ ചെയ്തെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് പൊരിച്ചെടുത്താൽ മതി. അല്ലാതെ ഇങ്ങനെ ഈ പൊരിക്കുക അതിൻ്റെ ഇടയിൽ നടക്കുമ്പോൾ നമുക്കിത് കറക്റ്റായി കിട്ടില്ല. അത് നമ്മളെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. നമ്മൾ നമ്മൾ മാവിലിട്ട മൈദ മാവിലിട്ട കൈ കൊണ്ട് തന്നെ ഇതുകൊണ്ടാക്കുമ്പോൾ ഒക്കെ കയ്യിൽ മിക്സായി പ്രശ്നമാവും കേട്ടോ. ഒരു കൈ കൊണ്ട് ഇത് മാവ് എടുത്തിടുക, അടുത്ത കൈ കൊണ്ട് നമ്മളിത് ബ്രെഡ് ക്രംസ് ഇട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റിൽ നമ്മൾ കിട്ടും. ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 12 എണ്ണം അങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസിൽ. ഇനിതാ പൊരിച്ചെടുക്കുക കേട്ടോ. നല്ല എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒരു ബ്രൗൺ കളറാകുന്ന വരെ പൊരിച്ചെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഡോണറ്റ്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ റമദാൻ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ.
എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം അത്ര സ്പൈസി ആയിട്ടുള്ളതല്ല ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. സ്പൈസി കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകും കുരുമുളകും ഒക്കെ കുറച്ച് കൂട്ടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ രണ്ട് ഭാഗവും നന്നായിട്ട് ബ്രൗൺ ആയതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റട്ടോ. അപ്പോൾ ഞാൻ ഇത് ഓരോന്നായിട്ടും ഇങ്ങനെ ഇട്ട് പൊരിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് കുറച്ച് വലിയ പാത്രം വെച്ചെടുക്കുകയാണെങ്കിൽ 3 4 ഒക്കെ ഇട്ട് ഒരുമിച്ച് പൊരിച്ചെടുക്കുക. നമ്മൾ ഫ്രൈ പാൻ പോലത്തെ കുറച്ച് കുഴിയുള്ള എടുക്കുകയാണെങ്കിൽ കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനത്തെ എടുത്തുകൊണ്ട് ഓരോന്നിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക, കമൻസൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകട്ടോ. വീഡിയോസ് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്സ് ബട്ടൺ അമർത്താൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം. നല്ല റമദാൻ്റെ റെസിപ്പി ആയിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ മറ്റ് റെസിപ്പികളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്, ചൂടോടെ തന്നെ കഴിക്കട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം. ബായ്, അസ്സലാമു അലൈക്കും.